ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ഒരു കാർഡുണ്ട്. ആ കാർഡിൽ ആർക്കൊക്കെ ഒപ്പമാണ് എന്നുള്ളതിനാണ്. കെ സിക്കൊപ്പമാണ് അല്ലേ കൂടുതൽ നേതാക്കൾ നിൽക്കുന്നത്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ, കെ സുധാകരൻ, എം ഹസൻ, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, അടൂർ പ്രകാശും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ KCO RCO എന്ന മട്ടാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ച് VDക്കൊപ്പം നിൽക്കുന്നത്. നിലവിൽ K മുരളീധരനുണ്ട്, VM സുധീരനും അങ്ങനെ അഭിപ്രായം. RC വന്നാലും കുഴപ്പമില്ല VM സുധീരനെ സംബന്ധിച്ച്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല വന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് നിലവിൽ അടൂർ പ്രകാശിനുമുണ്ട്. രമേശ് ചെന്നിത്തലയോ KCO RCO KCO. നോക്കൂ, ഇതാണ് അവസ്ഥ. മുതിർന്ന നേതാക്കളിൽ പലരും KCക്കൊപ്പമാണ്. വർക്കിംഗ് പ്രസിഡന്റുമാർ KCക്കൊപ്പമാണ്. MLA മാർ KCക്കൊപ്പമാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായിട്ട് മറ്റൊരാളെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഹൈക്കമാൻഡ് ചോദിക്കുന്ന ചോദ്യം. ഈ ചിത്രം കാണുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. മുതിർന്ന നേതാക്കൾ, ഈ MLA മാരല്ലാത്ത മുതിർന്ന നേതാക്കൾ ഇത്രയും പേര് KCക്കൊപ്പം ഉണ്ട്. VDക്കൊപ്പം ആ ചിത്രത്തിൽ കാണുന്ന 2 പേരേ ഉള്ളൂ. RCക്കൊപ്പം ആ ചിത്രത്തിൽ കാണുന്ന 2 പേരേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. അതിൽ തന്നെ അടൂർ പ്രകാശ് KCയെയും RCയെയും പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ MLA മാരുടെ പിന്തുണ കൂടി KCക്ക് വരുമ്പോൾ പാർട്ടിയുടെ പരമ്പരാഗത രീതി അനുസരിച്ച് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിയമസഭാ സാമാജികരുടെ എണ്ണമാണ് പരിഗണിക്കുക. കൂടാതെ മുതിർന്ന നേതാക്കളും KCക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ പ്രശ്നം അതല്ല. UDF എന്ന് പറയുന്നൊരു ടീമാണല്ലോ. ആ ടീമിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്ലെയറായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് VD സതീശനോടാണ് താല്പര്യം. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ VD സതീശനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ പ്രശ്നം VD സതീശനെ ആക്കിയാൽ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന തരത്തിലുള്ള വലിയ ഒരു ആരോപണം മറുഭാഗത്തു നിന്നുണ്ടാവും. ഇനി KC ആണ് തീരുമാനിക്കുന്നതെങ്കിൽ പ്രിയങ്ക ഗാന്ധി അടക്കം പിന്തുണച്ച ലീഗിന്റെ നിലപാട് തലവേദനയായിട്ട് തീരും. ചുരുക്കത്തിൽ രമേശ് ചെന്നിത്തല ഒരു അനുനയ VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത് ഇന്നലെ കർണാടക ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാട്ട് എത്തിയത് ഒരു അനുനയ നീക്ക സന്ദേശവുമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ എന്ത് ചെയ്താലും കുഴപ്പമാവുന്ന അവസ്ഥയിലാണ്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ്. VD ആക്കിയാൽ നാട്ടുകാർ ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനമുണ്ടാവും. ലീഗിന് വഴങ്ങി എന്ന മട്ടിലുള്ള പ്രചരണമുണ്ടാവും. ഇനി KCയുടെ അടുത്തേക്ക് പോയാൽ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പിണക്കമുണ്ടാവും. ഇതെങ്ങനെ പരിഹരിക്കാനാണ് നീക്കം VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, ലീഗിനെ കൂടി അനുനയിപ്പിച്ച് പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി KC വേണുഗോപാൽ തന്നെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ ഒരു ദൂതനായി അവിടുത്തെ കർണാടകയിലെ ന്യൂനപക്ഷകാര്യ മന്ത്രി പാണക്കാട്ടെത്തുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ലീഗിന്റെ പിന്തുണ KC വേണുഗോപാലിന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. കർണാടകയിലെ ന്യൂനപക്ഷകാര്യ മന്ത്രി എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ഒരു അനുയായിയും നേതാവും കൂടിയാണ്.